കോൺഫിഡൻ്റ് ആയിട്ട് അത്യാവശ്യം പഠിച്ചത് റിവിഷൻ ചെയ്തിട്ടൊക്കെ പോയി എഴുത്. നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം കൂടെ പ്രിപ്പയർ ചെയ്താൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റിപ്പീറ്റിന് പോകണം. മനസ്സിലായോ? പിന്നെ ചില വാല്യൂസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. 0.1, 0.01, 0.001, 0.02 എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻ. അപ്പോൾ ഈ 1 ആണോ 2 ആണോ എന്ന് കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ ലാസ്റ്റ് വരില്ല. നിങ്ങൾ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഫീൽഡ് എടുത്ത് പോകണം. പിന്നെയും ടെൻഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പല മെൻ്റൽ ഡിസോർഡേഴ്സിലേക്കും പോകും. ഡോക്ടേഴ്സിനെ തന്നെ നടക്കാൻ പറ്റുന്നില്ല പോലും. ഇവിടെ എന്തുമാത്രം മനുഷ്യർ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതെന്നൊന്നും ആർക്കും കാണണ്ട. ഇതെന്തും നമുക്ക് സിമ്പിളായിട്ട് ചുമ്മാ ഒരു ദിവസം ഉറങ്ങിയപ്പം എഴുന്നേറ്റ് വന്നപ്പോൾ ഇങ്ങ് തന്നതുപോലെ അവരുടെ ഓരോരുത്തരുടെ സംസാരമൊക്കെ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ 2 ദിവസവും കൂടെ ഉള്ളൂ നിങ്ങളുടെ നീറ്റിന്. എല്ലാവരും നല്ല ടെൻഷനായിട്ടിരിക്കുവാണെന്ന് എനിക്കറിയാം. ഈ കാറ്റഗറിയിൽ ടെൻഷൻ അടിക്കുന്ന കാറ്റഗറിയിൽ ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു കമൻറ്റ് സെക്ഷൻ കണ്ടിട്ട് റിപ്പീറ്റേഴ്സാണ്. അതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. കുറച്ച് പേര് ഞാൻ വളരെ ജെന്യുവിനായിട്ടാണ് സംസാരിക്കുന്നത്, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടാണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നീറ്റ് എഴുതിയ ഒരാളാണ്. 1 അല്ല 2 അല്ല 3 വട്ടം നീറ്റ് എഴുതിയ ഒരാളാണ്. ഇപ്പം നീറ്റ് എഴുതുന്ന ഒരു അനിയത്തിയും കൂടെ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സാഹചര്യത്തിലെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും അറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് ജെന്യുവിനായിട്ടാണെന്ന് തോന്നുന്നത്. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് 1 പ്ലസ് 2ൻ്റെ കൂടെ ചുമ്മാതെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് പോയി ഒന്ന് നീറ്റ് എഴുതിയായിരുന്നു. അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് അത്യാവശ്യം കുറച്ച് ഉഴപ്പി പോയി ഒന്ന് നീറ്റ് എഴുതിയായിരുന്നു. റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു വട്ടം കൂടെ നീറ്റ് എഴുതിയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 കാറ്റഗറിയെ പറ്റിയും എനിക്കറിയാം. അവരുടെ ആ ഒരു ലെവൽ ഓഫ് ടെൻഷൻസും എനിക്കറിയാം. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്തെന്ന് പറയുമ്പം ഞങ്ങൾക്ക് ഇത്തിരി ഒരു കോമ്പറ്റീഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും റെസിഡൻഷ്യൽ ബാച്ചിലെ പിള്ളേരുടെ ഭാഗത്തുനിന്നും ആയിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത്. അതേസമയം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ മുതൽ ചെയ്ത് വന്ന് റെസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്ത പിള്ളേരുടെ അടുത്തും അല്ലാതെ തന്നെ റെസിഡൻഷ്യൽ ബാച്ചിലെ പിള്ളേരുടെ അടുത്തും റിപ്പീറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും. ഇവരൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ റിപ്പീറ്റേഴ്സ് ചെല്ലുമ്പോൾ അവർക്കൊരു 400 മാർക്ക് കിട്ടുന്ന സമയത്ത് മറ്റവർക്ക് 600ഉം 700ഉം ഒക്കെ കിട്ടും. അപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കിളി അങ്ങ് പോകും. ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചിലപ്പം ഒരു ചാപ്റ്ററിന് 8 മണിക്കൂറായിരിക്കും ക്ലാസ് ടൈം ഇട്ടേക്കുന്നത്. അതായത് ചിലപ്പോൾ 3 മണിക്കൂറുള്ള 2 ക്ലാസ്. റെസിഡൻഷ്യൽ ബാച്ചിലെ പിള്ളേർ അത് പഠിക്കുന്നത് ശരിക്കും 20 മണിക്കൂർ 40 മണിക്കൂർ ക്ലാസ് ഇട്ടിട്ടാണ്. അവർ ഇൻ ഡെപ്തിലാണ് അതൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളെന്ന് പറയുന്ന ഫിസിക്സിലെ ചില ടീച്ചേഴ്സ് വന്നിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയും, ബ്രില്യൻറ്റിലെ മെറ്റീരിയൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് ഇക്വേഷൻസും കുറച്ച് ടോപ്പിക്സും ഒക്കെ പറയും. അവരെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വരുവാണ്. അപ്പോൾ അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനിപ്പം 25-ലെ പിള്ളേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത്തിരി പ്രിപ്പയർഡ് ആയിട്ടേ പോകാവുള്ളൂ. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു 0യിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേ പിള്ളേരെന്ന് പറഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു ബോധമുണ്ട് ഇതെങ്ങനെയാണെന്നുള്ളത്. മനസ്സിലായോ? പിന്നെ വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് എക്സാംസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നീറ്റിനെന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയാത്തുള്ളൂ. നിങ്ങൾ അത് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 1 or 2 മാർക്ക് കിട്ടും. അതേസമയം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ ആ ഒരു പോർഷൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോയി നെഗറ്റീവ് മാർക്ക് അടിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ നമ്മൾ സ്കോർ ചെയ്തതിനകത്തുനിന്ന് ഒരു മാർക്ക് പോകും. ഇപ്പോൾ ഈ റിപ്പീറ്റേഴ്സിന് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നൊക്കെ അവർ പഠിക്കുന്നത് ടുവേർഡ്സ് ദ എൻഡാണ്. മനസ്സിലായോ? അവർ ഈ 1 വർഷം റിപ്പീറ്റ് ചെയ്ത് ഏകദേശം അത് തീരാറാകുമ്പോഴാണ് അവർക്ക് ഇത് എങ്ങനെ പഠിക്കണം എന്ന് ശരിക്കും കത്തി തുടങ്ങുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊരു ടോപ്പിക് എടുത്ത് അത്യാവശ്യം കുറച്ച് വായിച്ച് മനസ്സിലാക്കി ഇക്വേഷൻസ് എഴുതി പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ഫിസിക്സിനകത്തൊക്കെ ഓർഗാനിക് ആണെങ്കിൽ അത്യാവശ്യം എല്ലാ റിയാക്ഷൻസും നമ്മൾ സെപ്പറേറ്റ് എഴുതി വെക്കണം. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് എടുത്ത് നോക്കി റെഫർ ചെയ്യണം. ബയോളജി ആണെങ്കിൽ പിന്നെയും ടെക്സ്റ്റ് വായിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ബ്രില്യൻറ്റിലെ ഒരു എക്സാംസിൻ്റെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്യാവശ്യം കുറേ ഔട്ട് ചോദിക്കും. ഈ ഔട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ അവർക്ക് തന്നെ വേണ്ടേടാ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പിള്ളേരെയും കൂടെ അവർ ഉണ്ടാക്കിയെടുക്കുമല്ലേ. അപ്പം അവർക്ക് അത്യാവശ്യം കുറച്ച് ഔട്ട് പഠിപ്പിക്കാതെ വേറെ വഴിയില്ല. അപ്പോൾ അതിനെ അവർ സെൻസിലെടുക്കുക. മോഡൽ എക്സാംസിന് മാർക്കില്ല എന്നൊക്കെ പറയുന്നവരോട് ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു പറയേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ വേണ്ടേ. എല്ലാവർക്കും ആകെ ഒരു എക്സാം അല്ലേ ഉള്ളൂ. അന്നേരം അവർക്ക് ആ ഒരു രീതിയിൽ മറ്റേ പിള്ളേരെയും കൂടെ ബിൽഡ് ചെയ്തുകൊണ്ട് വരണ്ടേ. അപ്പം അങ്ങനെ
പിന്നെ ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും വീട്ടുകാരെന്ത് പറയും നാട്ടുകാരെന്ത് പറയും എന്നുള്ള രീതിയിൽ ടെൻഷനായിട്ടിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നീറ്റ് എക്സാം എഴുതിയ ഒരാളെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ ഈ ഡയലോഗ് അടിക്കത്തില്ലടാ. എൻ്റെ ബന്ധുക്കളിൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. ആ ആളുടെ മോള് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോയി, നല്ല 8 നില പൊട്ടി, അന്തസ്സായിട്ട് 8 നില പൊട്ടിയപ്പോൾ അവർക്ക് ആ ഒരു കളിയാക്കലും ആ ഒരു പുച്ഛമൊക്കെ അങ്ങ് മാറി. മറ്റേത് റിപ്പീറ്റ് ചെയ്ത് കിട്ടാതായപ്പോൾ ഭയങ്കര പുച്ഛമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ച് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉള്ള കൊച്ചായിരുന്നു. ഞാൻ സ്റ്റേറ്റ് ബോർഡായിരുന്നു, അത് CBSE ബോർഡായിരുന്നു. CBSE ബോർഡിൽ നല്ല മാർക്ക് മേടിക്കുന്ന കൊച്ചെന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇത്തിരി നല്ല ലെവൽ പുച്ഛമായിരുന്നു. അവരുടെ മോള് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങ് കൊണ്ടുവരും എന്നുള്ള രീതിയിലുള്ള പുച്ഛമായിരുന്നു. അതിന് ചെന്ന് എനിക്ക് റിപ്പീറ്റ് ചെയ്ത സമയത്തിനെക്കാട്ടിലും മോശം മാർക്കായിരുന്നു കിട്ടിയത്. അതോടുകൂടി ആ ഒരു അഹങ്കാരം അങ്ങ് മാറി. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പം തീരാവുന്ന അഹങ്കാരമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാർക്ക് കിട്ടിയാൽ പോലും ആ കൊച്ചുങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രഷർ കാണുമ്പോൾ പിന്നെ അവർക്ക് പറയാൻ തോന്നത്തില്ല. ഇൻ കേസ് ഇപ്പോൾ അവരുടെ മോള് പോയി കിട്ടിയെങ്കിൽ പോലും ആ കൊച്ചത് പഠിച്ച രീതിയോ അത് അനുഭവിച്ച പ്രഷറോ ഒക്കെ അവർ നോക്കിക്കണ്ട ഒരാളാണെങ്കിൽ അവരൊരിക്കലും കിട്ടാതായവരെയോ കിട്ടിയവരെയോ ഒന്നും ആക്കാനോ ഒന്നും പോകത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് BDS ആണ്. എൻ്റെ അടുത്ത ബന്ധുക്കളിൽ ഒരാൾ എൻ്റെ അടുക്ക പറഞ്ഞു, ഇത്രയും 3 കൊല്ലം നീ വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ട് നീ പല്ല് തൊണ്ടാനാണോ പോകുന്നത്, പല്ല് പറിക്കാനാണോ പോകുന്നതെന്നൊക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് വിഷമം ഉണ്ടാക്കും. ചുമ്മാ ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എടുത്ത് വെച്ചേക്കുവാണോ BDS ഒക്കെ. അതിനൊക്കെ എന്ത് മാർക്ക് വേണം, എന്തുമാത്രം കഷ്ടപ്പെടണം, അതൊന്നും മനസ്സിലാക്കത്തില്ല. അന്യൻ്റെ കഷ്ടപ്പാടൊന്നും മനസ്സിലാക്കത്തില്ല. അവൻ എന്തെങ്കിലും നല്ലതുണ്ടായാലും ഒരു കുറ്റം പറയും, മോശമായി കഴിഞ്ഞാലും കുറ്റം പറയും. 10th ഫുൾ A+ കിട്ടിയപ്പോൾ എൻ്റെ അടുക്ക് എൻ്റെ ഒരു ബന്ധു പറഞ്ഞതാണ്, ഇപ്പം എല്ലാവർക്കും ഉണ്ട് ഫുൾ A+, അതിനങ്ങ് ഇപ്പോൾ ഒരു വിലയുമില്ല. MBBS കിട്ടിയപ്പോഴും പറഞ്ഞു, ഇപ്പം നാട് മൊത്തം ഡോക്ടേഴ്സിനെ തട്ടി നടക്കാൻ പറ്റുന്നില്ല, എന്തിനാണ് ഇപ്പോൾ MBBSന് പോകുന്നത്. എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലടാ ഈ ആളുകളെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ വിടുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് അമിതമായ സ്നേഹാഭിനയം കാണിക്കുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്. നേരത്തെ ഡിഗ്രേഡ് ചെയ്ത് ഇപ്പോൾ അമിതമായ സ്നേഹാഭിനയം കാണിക്കുന്ന വേറൊരു കാറ്റഗറി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ലാത്തവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ചെയ്യാനേ പോകരുത്. നിങ്ങളത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കണം. അതായത് നമുക്ക് ഇവർ പറയുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. പ്രയോജനം ഇല്ലെങ്കിൽ തിരിച്ച് പറയണോടാ, എനിക്ക് ചില സാഹചര്യങ്ങളിൽ പറ്റിയിട്ടില്ല, പക്ഷേ ഇപ്പം എന്നെ കൊള്ളിക്കുന്ന രീതിയിലോ ഞാൻ പഠിക്കുന്ന കോഴ്സിനെ പറ്റിയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല അന്തസ്സായിട്ട് തിരിച്ച് പറയും. ഡോക്ടേഴ്സിനെ തട്ടി നടക്കാൻ പറ്റുന്നില്ല പോലും. ഇവിടെ എന്തുമാത്രം മനുഷ്യർ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതെന്നൊന്നും ആർക്കും കാണണ്ട. ഇതെന്തും നമുക്ക് സിമ്പിളായിട്ട് ചുമ്മാ ഒരു ദിവസം ഉറങ്ങിയപ്പം എഴുന്നേറ്റ് വന്നപ്പോൾ ഇങ്ങ് തന്നതുപോലെ അവരുടെ ഓരോരുത്തരുടെ സംസാരമൊക്കെ. അപ്പോൾ അതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ അതേ ഉള്ളൂ. പിന്നെ എടാ, നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ശ്രമിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പീറ്റ് ചെയ്യുന്ന പരമാവധി ആളുകൾ ഒന്നും കൂടെ ശ്രമിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അതായത് നിങ്ങൾക്ക് ടുവേർഡ്സ് ദ എൻഡാണ് ഇങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയൊക്കെ മനസ്സിലായതെങ്കിൽ നിങ്ങൾ ഒരു ചാൻസും കൂടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരാൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് പഠിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാനീ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് സീറ്റ് വേണ്ടുന്ന ഒരാളാണ്, അപ്പോൾ എൻ്റെ ഉപദേശം എടുക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുന്നവരോട്, ഞാനെന്ന് പറയുന്ന ഒരാളും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കയറാൻ വേണ്ടി പഠിച്ചതല്ലടാ, കിട്ടാത്ത സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ അമ്മ കണ്ടക്ടറാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുണ്ടായിരുന്നു, ആ ആൻറ്റിയും കണ്ടക്ടറാണ്. അവൾ 10th CBSEയിലെ റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഒരു വർഷം കളയാൻ തോന്നാത്തതുകൊണ്ട് അവൾ 11th 12th ബ്രില്യൻറ്റിൽ റെസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്തു. അവൾ 11th 12th നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അവൾ 11th 12th നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പോയി എഴുതി, അവൾക്ക് കിട്ടിയില്ല. പിന്നെന്താ, അവൾ റെസിഡൻഷ്യൽ ബാച്ച് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ടും എഴുതി, അവൾക്ക് കിട്ടിയില്ല. അവൾ റിപ്പീറ്റ് ചെയ്ത് എഴുതിയപ്പോഴാണ് അവൾക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തിൽ നമ്മുടെ എഫേർട്ടിനൊപ്പം ഒരു ഭാഗ്യം എന്ന് പറയുന്നൊരു ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്. നമ്മളിപ്പോൾ നന്നായിട്ട് പഠിച്ചൊരു ഏരിയയും ചിലപ്പം ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു സെക്ഷനായിരിക്കും വായിക്കാതെ വിട്ടത്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനായിരിക്കും നമ്മൾ മറന്നു പോകുന്നത്. അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ മാർക്ക് പോവും. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ കുറച്ച് പോർഷൻസേ പഠിച്ചിട്ടുള്ളൂ, ആ പോർഷൻസിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അതാണ് ഈ ഭാഗ്യത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതിയപ്പോൾ എനിക്ക് അറിയാവുന്ന 10 ക്വസ്റ്റ്യൻസോളം എൻ്റെ ഒരു വെപ്രാളം കൊണ്ട് തെറ്റിപ്പോയതുണ്ട്. മനസ്സിലായോ? പിന്നെ ചില വാല്യൂസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. 0.1, 0.01, 0.001, 0.02 എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻ. അപ്പോൾ ഈ 1 ആണോ 2 ആണോ എന്ന് കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ ലാസ്റ്റ് വരെ ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഒരു 0യുടെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ അന്നേരം ഒരു ഭാഗ്യത്തിൻ്റെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും മൈൻഡ് ചെയ്യേണ്ട. ഒന്നുകിലും നിങ്ങൾ അവർ പറയുന്നത് കേട്ട് സൈലൻ്റ് ആയിട്ടിരിക്കാൻ പഠിക്കുക, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പഠിക്കുക, അല്ലെങ്കിൽ നല്ലത് തിരിച്ച് പറയാൻ പഠിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പെട്ടേ പറ്റൂ. മറ്റേ ഡാർവിൻ്റെ തിയറി പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലടാ, ഈ കൂട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല.
അപ്പോൾ അത്രേ ഉള്ളടാ. എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അത്യാവശ്യം പഠിച്ചത് റിവിഷൻ ചെയ്തിട്ടൊക്കെ പോയി എഴുത്. നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം കൂടെ പ്രിപ്പയർ ചെയ്താൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റിപ്പീറ്റിന് പോകണം. അതേസമയം നിങ്ങൾ ഒത്തിരി വട്ടം ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനകത്തിൽ എന്തോ ഒരു എലമെൻ്റ് ഉണ്ട് നിങ്ങൾക്കത് പറ്റാത്തത്. നമ്മളിനിയിപ്പോൾ എത്ര കണ്ട് ശ്രമിച്ചാലും അത് ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്ത് കളയാനുള്ളതല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂത്തിൻ്റെ നല്ലൊരു പാർട്ടാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ MBBSും ഡിപ്രഷനും അങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് വേറെ തന്നെ ഒരു ഇതാണ്. നിങ്ങളുടെ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഈ സൂപ്പർ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഫീൽഡ് എടുത്ത് പോകണം. പിന്നെയും ടെൻഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പല മെൻ്റൽ ഡിസോർഡേഴ്സിലേക്കും പോവും, ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും ഒക്കെ. വെറുതെ വേണ്ടടാ. നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മളങ്ങ് വിട്ട് കളയുക. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ BSc നഴ്സിങ്ങിന് പോകുന്ന ഇപ്പോൾ ഭൂരിഭാഗം പേരും റിപ്പീറ്റ് ചെയ്തിട്ട് പോകുന്നത് കുറേ പേരുണ്ട്. റിപ്പീറ്റ് ചെയ്തിട്ട് ഡിഗ്രി എടുക്കുന്നവരുണ്ട്. ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? അവർക്ക് കിട്ടാഞ്ഞിട്ടല്ലേടാ. അവർ ആ ഒരു സാഹചര്യത്തിലോട്ട് പൊരുത്തപ്പെടും. ഇപ്പം നിങ്ങൾക്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്കിതല്ലാതെ ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങളൊരു വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടോളൂടാ. നിങ്ങളൊരു ചാൻസ് കൊടുക്കുക. എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ തോന്നുന്നവരോട്. നിങ്ങൾ പരമാവധി നിങ്ങളുടെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു, പിന്നെയും കിട്ടുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വിട്ട് കളയാനല്ലേ പറ്റൂ. നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുക. പിന്നെന്താ, നമുക്ക് ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാമല്ലോ. ഡോക്ടർ എന്നുള്ള ആ ഒരു അക്ഷരത്തിൻ്റെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാമല്ലോ. അങ്ങനെ എടുത്തൊരു ചേച്ചി എൻ്റെ വീടിനടുത്തുണ്ട്. ചേച്ചി റിപ്പീറ്റ് ചെയ്തു കിട്ടിയില്ല. അങ്ങനെ ചേച്ചിക്ക് ഡോക്ടർ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചേച്ചി MSc എടുത്തു, PhD എടുത്തു, ഇപ്പോൾ ഡോക്ടറെന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവും, രണ്ട് ഡോക്ടറും രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതാണ്. ആ ചേച്ചി ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിടത്ത് തട്ടി വീണ് കഴിഞ്ഞാൽ നമുക്ക് 100 വഴി കിട്ടുവടാ. നമ്മൾ ചിലപ്പം ഇവിടെ നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിലും വേറൊരു സൈഡിൽ നിങ്ങൾക്കത് പറ്റുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് അങ്ങ് വിട്ടുകൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു മനസ്സുണ്ടാക്കി അങ്ങ് വിട്ടുകൊടുക്കടാ. വേറൊരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ലോകത്ത് ഡോക്ടേഴ്സ് മാത്രമല്ലല്ലോടാ, എന്തുമാത്രം ജോലിയുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ എൻ്റെ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഡോക്ടറാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആദ്യം ഒരു ഫോഴ്സ് ചെയ്തിട്ടെങ്കിലും എൻ്റെ അമ്മ എന്നെ റിപ്പീറ്റിന് കൊണ്ട് ചേർത്തത്. മനസ്സിലായോ? അപ്പോൾ അമ്മയുടെ ആ ഒരു ആഗ്രഹം എന്നെ കൊണ്ട് നിറവേറി എന്ന് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ആ ഒരു ആഗ്രഹം നിറവേറ്റണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് വേറെ വഴിയില്ലല്ലോടാ. അപ്പം നമ്മൾ ആഗ്രഹങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. അപ്പം ഇപ്പോൾ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഫിസിക്സും കെമിസ്ട്രി ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്ത് ബയോളജി ടെക്സ്റ്റൊക്കെ ഒന്നും കൂടെ വായിച്ചിട്ടൊക്കെ പോയി എഴുതുക. കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതുക. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്നുള്ളതിനൊക്കെ പറ്റി നമുക്ക് പിന്നെ ചിന്തിക്കാം. എക്സാം കഴിഞ്ഞ് 1.5 മാസത്തോളം സമയമുണ്ട്. വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനും നിങ്ങൾക്കപ്പം സമയമുണ്ട്. അപ്പോൾ കൂളായിട്ട് പോയി എഴുതുക. ഹാപ്പി ആയിട്ടിരിക്കുക. വെറുതെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ കയറ്റി വേറെ ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ എടുത്ത് കയറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിൻ്റെ അന്ന് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഉള്ളത് കൂടി എഴുതാൻ പറ്റുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അതാ പറഞ്ഞത്, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതുക. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാടാ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ പോയി എഴുതുക. അപ്പോൾ ശരിയാടാ. ടാറ്റാ.